ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പുഡിങ് പോലത്തെ ഒരു സംഭവം, പിടിക്കറി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. വേറെ നാട്ടിലൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്തായാലും ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത പെരുന്നാളല്ലേ, അപ്പോൾ ചെറിയൊരു മധുരം ആയിക്കോട്ടെ. ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പച്ചരിപ്പൊടി. പച്ചരിപ്പൊടി എന്ന് പറയുമ്പോൾ ഞാനിത് പാക്കറ്റ് പൊടിയാണ് കേട്ടോ. നമ്മൾ നൂൽപുട്ടും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ അളവൊക്കെ ഇത് ഈ ഒരു അളവിന് എടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ആൾക്കാർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ടാവും. ആ ഒരു രീതിക്കാണ് എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി വേണ്ടത് നല്ല തിളക്കുന്ന വെള്ളം, തിളച്ച് മറിയുന്ന വെള്ളം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുഴച്ച് എടുക്കണം. അപ്പോൾ ഇത് ചൂടോടെ വേണം കുഴച്ചെടുക്കാൻ, പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കേണ്ട. സാധാ നൂൽപുട്ടിനൊക്കെ ചെയ്യൂലേ, അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാൻ ചെറിയൊരു കവറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഓവനിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കവറാണ്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊന്നും മാറ്റരുത് നിങ്ങൾ. ഇങ്ങനത്തെ കവർ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ ചിലർ സ്ഥിരമായിട്ട് പത്തിരിയൊക്കെ ചുടുന്നവരാണെങ്കിൽ അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഇങ്ങനെ കുഴച്ചെടുക്കാൻ, കൈ കൊണ്ട് തന്നെ. അപ്പോൾ അവരാണെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് പിടികളാക്കിയിട്ട് എടുക്കണം, ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മെനക്കായിട്ടൊരു പണിയാണ് ആ ഒരു പിടി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ ഉരുട്ടി ഇടും. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ചാൽ വേണ്ടെങ്കിലും അത് തന്നെ കുറേ ടൈം എടുക്കും. കുട്ടികളുള്ളവരൊക്കെ ആണെങ്കിൽ ശരിക്കൊരു പണിയാണ്. അപ്പോൾ പണ്ടൊക്കെ ഇതിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് പിന്നെ ഉമ്മാമനോടൊക്കെ ചോദിക്കും, ഇതുപോലെ ഒരു മെഷീൻ ഇങ്ങനെ പണ്ട് മക്രോണി അങ്ങനത്തെ ഒക്കെ കാണൂലേ, അപ്പം പറയും ഇതുണ്ടാക്കിയ പോലെ തന്നെയുള്ള ഒരു മെഷീൻ ഉണ്ട്, എന്ത് ഭാഗ്യം എന്ന് പറയും. കാരണം ഇത് അത്രയ്ക്ക് ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ ഉരുട്ടി കൊടുക്കും, എന്തായാലും ഉരുട്ടി കൊടുക്കും, ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ ഇത് നോക്കും നിങ്ങൾ, മാക്സിമം ചെറുതാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും, തിന്നാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അധികം വലിപ്പത്തിൽ ചെയ്യരുത്, ചെറുതാക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നല്ല മെനക്കേട്ട് പണിയാണ്. കുറേ ടൈം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് നേരം ഇരുന്നാലും നല്ല ടേസ്റ്റിയാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡ് ഇടയ്ക്കൊക്കെ അല്ല ഇതൊക്കെ കഴിക്കും. അപ്പോൾ പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടാലും സാരമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വേവിച്ച് പായസത്തിൻ്റെ രൂപത്തിലാക്കണം. ശരിക്കും പറഞ്ഞത് പായസം പോലെ കഴിക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ എന്താ പുഡിങ്ങില്ലേ, അതൊക്കെ പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇനി ഞാൻ തേങ്ങ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ്, അത് 3 സ്റ്റെപ്പായിട്ട് എടുക്കണം. 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ. അതിൽ 3-ാമത്തെ പാലാണിത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അധികം വെള്ളം ഒഴിച്ചിട്ട് എടുക്കണ്ട. അത്യാവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ തേങ്ങയുടെ പാലെടുക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ ടിന്നിലൊക്കെ വാങ്ങാൻ കിട്ടുന്നവരെ അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മൾ ഇത് എന്താ പറയുക, നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തേങ്ങ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തത്. ഞാൻ ബോട്ടിൽ പാലൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് 3-ാമത്തെ പാലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ആദ്യം ഒരു ബാച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക. നല്ല തിളക്കുന്ന സമയത്താണ് ഇടേണ്ടത്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്, അപ്പോൾ പിന്നെ മൊത്തം അടിഞ്ഞു പോവും. ഇനി അതും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ 2-ാമത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ 3 ഭാഗമായിട്ട് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി 2-ാമത്തെ പാലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 3-ാം പാലാണ് ഒഴിച്ചത്, പിന്നെ 2-ാം പാൽ. ഇനി 1-ാം പാൽ നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് ഞാൻ ആദ്യം 1 കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി മധുരം നോക്കിയിട്ട് വീണ്ടും ഇടാം കേട്ടോ. അപ്പോൾ ടോട്ടലി ഞാൻ 1.5 കപ്പാണ് ഇട്ടത്. ഫസ്റ്റ് 1/2 കപ്പ് ഇട്ടിട്ടില്ല, ഫസ്റ്റ് 1 കപ്പാണ് ഇട്ടത്. അപ്പോൾ ഇനി നമുക്ക് 1/2 കപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മധുരം നോക്കിയപ്പോൾ അധികം പോരാത്ത പോലെ തോന്നി, അപ്പോൾ 1/2 കപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 ബനാനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലപ്പരിപ്പ്, ചന ദാൽ ഉണ്ടല്ലോ, അത് 1/2 കപ്പ് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെന്ത് വന്ന് തന്നെ ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ കൂടി പൊടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഞാൻ ഏതായാലും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാനും. ഇനി കുഴപ്പമില്ല, ഇനി മിക്സാക്കുമ്പോൾ ആ ഒരു പിടി അടിഞ്ഞൊന്നും പോകില്ല, കാരണം അത് നല്ല വെന്ത് കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരക്കപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് മധുരമായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റ് മധുരം ബാലൻസ് ആയി കിട്ടും. അപ്പോൾ ഇനി ലാസ്റ്റ് വേണ്ടത് നല്ല തിളച്ച് എല്ലാം സെറ്റായി വേവൊക്കെ കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാലുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്താൽ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇത് നോക്ക് കറക്റ്റായി വന്നില്ലേ. ഇനി ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു സ്പൂണ് കോൺഫ്ലോർ അല്ലെങ്കിൽ ഒരു സ്പൂണ് അരിപ്പൊടി ചേർത്താലും മതി. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു 5 മിനിറ്റ്. അപ്പോൾ ഞാൻ അരിപ്പൊടി തന്നെയാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതാ 1 മണിക്കൂറിന് ശേഷമുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പായസം പോലെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ ഇത് ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ പണ്ടൊക്കെ മാറ്റിയിടാനെന്ന് പറഞ്ഞാൽ നല്ല പുതിയ ചട്ടി ഉണ്ടാവില്ലേ അതിലേക്ക് മാറ്റിയിട്ട് പുറത്ത് വെക്കുകയോ ചെയ്യാൻ. ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാറില്ല, ഫ്രിഡ്ജൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അവിടെ സെറ്റാക്കാൻ വെക്കാൻ ഫ്രിഡ്ജിൽ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനി പിന്നെ ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. രാവിലെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഇതാ. അപ്പോൾ ഇതാ കറക്റ്റ് ആ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പണ്ടത്തെ ഈ ഒരു വിഭവം ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ വലിയ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരാൻ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ഇതാണ് കേട്ടോ.